ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് മുഖമൊക്കെ ഇരിക്കുന്നുണ്ടോ, നല്ല കഴുകി വൃത്തിയാക്കി വന്നു. പിന്നെ എന്താ പറയുക, ഇന്നിപ്പോൾ രാവിലത്തെ എല്ലാം അംഗം തുടങ്ങണം. അപ്പം ഞാൻ രാവിലെ ആദ്യമേ ചായക്ക് വെള്ളം വെച്ചിട്ടോ, അപ്പോൾ കാപ്പി ഇടാമെന്ന് വിചാരിച്ച്. സാൻഡ്ര കാപ്പിയോ കുടിക്കുകയുള്ളൂ, പിന്നെ പാലിൽ ഹോർലിക്സൊക്കെ ഇട്ടാൽ കുടിക്കും കേട്ടോ. പിന്നെ ഞാൻ കഞ്ഞിക്ക് വെള്ളം വെച്ചു. ഇന്നത്തെ ചോറ് കുറച്ചിട്ടായി, അത് തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചു കേട്ടോ. പിന്നെ കറി വെക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഒരു 4 സവോള എടുത്ത്, കറി എന്താണെന്ന് പറയാം, 4 സവോള എടുത്ത് ഞാനിങ്ങനെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വെക്കുന്നുണ്ട്. കാരണം ഇന്ന് സിമ്പിളായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ പനി തുടങ്ങിയ പിന്നെ 2-3 ദിവസമായിട്ട് തന്നെ ഭയങ്കര ക്ഷീണമാണ്. 2-3 ദിവസം ആഴ്ചയായിട്ട് തന്നെ ക്ഷീണമാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലത്തേക്ക് മാഗി ഉണ്ടാക്കിയാൽ മതി എന്ന് പിള്ളേർ പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് മാഗിക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചോറ് തിളച്ചു വന്ന് അത് വാർത്ത് വിട്ടു. പിന്നെ ഞാൻ സബോള അരിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചോപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രീതിയുടെയാണ്, പെട്ടെന്ന് ചോപ്പ് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാനത് കഷ്ണമാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇട്ടു, പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്തിട്ടു. അപ്പോൾ നമ്മുടെ പണി പെട്ടെന്ന് എളുപ്പത്തിൽ തീരും. അപ്പോൾ ക്ഷീണമൊക്കെ ഉള്ള സമയം ഇങ്ങനെയാണ് നല്ലത്. പിന്നെ അതാ ഞാൻ കാപ്പി എടുത്തു കേട്ടോ. എന്നിട്ട് സാൻഡ്രയ്ക്ക് കൊണ്ട് കൊടുക്കുക. സാൻഡ്രയ്ക്ക് ഹിന്ദി എക്സാമാണ്, രാവിലെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം 5:30-6 മണിയെങ്ങാണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ എന്താ അടുപ്പിൽ ഒരു പാത്രം വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയാണേ. പിന്നെ അതിലോട്ട് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള, അതും 2 പച്ചമുളകും കൂടി ഇട്ട് ശരിക്കും നന്നായിട്ടൊന്ന് ബ്രൗൺ ആവുന്ന വരെ ഇതെടുക്കണം. ഇതാ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വെച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട് മാഗിക്ക്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ മാഗി മസാലയാണ് കേട്ടോ ഇടുന്നത്. അതിനുശേഷം മാഗി ക്യൂബ്സ് ഓരോന്നായിട്ട് എടുത്ത് അതും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ നമുക്ക് തക്കാളി ആവശ്യമാണ്. അതും ചോപ്പറിലിട്ട് 2 തക്കാളി അതും ചോപ്പ് ചെയ്തു, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരും കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ മാഗിയിലിടാൻ വേണ്ടി കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇടുന്നുള്ളൂ, കൂടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതും കൂടെ ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് മാഗിയിൽ തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഈ തക്കാളി ക്യാരറ്റൊക്കെ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുമ്പോൾ പച്ചയായിട്ട് നമ്മളിപ്പോൾ സോട്ട് ചെയ്യാതെ ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായി ഇറങ്ങും. പിന്നെ ഞാനൊരു ഗ്ലാസ് ചായ കുടിച്ചു കേട്ടോ. അച്ഛൻ അവിടെ എന്തോ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേ എൻ്റെ ഹസ്ബൻഡ് എഴുന്നേറ്റ് വരും. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പണിയെടുക്കാറ് കേട്ടോ. അപ്പോൾ പിന്നെ ആ മസാലയ്ക്ക് ആവശ്യം വേണ്ടിയിട്ട് നല്ല പൊടികളാണ് ഇടുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ. ഇത് ഇത്രയും കൂടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ എണ്ണയെല്ലാം തിളഞ്ഞ് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരട്ടെ. പിന്നെ നോക്കിയപ്പോൾ അത് മാഗി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും അവസാനം മാഗിയിൽ ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യാറ്, പല തരത്തിൽ ചെയ്യും, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുട്ട ചിക്കിയിടാതെ ഞാനിങ്ങനെ മുകളിലോട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ എല്ലാത്തിൻ്റെയും കൂടെ ആ ഒരു മുട്ട നല്ലതായിട്ട് ഇതായിട്ട് വരും കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണോ? നിങ്ങളിങ്ങനെ മാഗി ഇങ്ങനെ ചെയ്യാറുണ്ടോ? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. എൻ്റെ ബോക്സിൽ കമൻറ്റ് ആരും ചെയ്യാറില്ല, അതെന്താണെന്നറിയില്ല. അതാ മാഗി ഈ ഒരു ഇതിലിരിക്കണം. എനിക്ക് ഒത്തിരി വെള്ളമാകരുത്, ഒത്തിരി ഡ്രൈയും ആകരുത്, ഇങ്ങനെ ഇരിക്കണം. ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ മാഗി ഏകദേശം റെഡിയായി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും സിമ്പിളായിട്ടുള്ള ഫുഡുമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് മാറ്റി വെച്ചു. ഇതാ നമ്മുടെ മസാലയിൽ എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. മാഗി സാൻഡ്രയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതാണേ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു ചെറിയ നാരങ്ങയുടെ അത്രയും പുളി എടുത്തിട്ട് അത് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. വാളംപുളിയാണ് കേട്ടോ, കുടംപുളി ചേർക്കേണ്ടവർക്ക് ചേർക്കാം, വാളംപുളി. പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ നമ്മൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം നിങ്ങൾക്ക് നല്ല ഇതായിട്ട് വേണം, ഗ്രേവി ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തോളൂ. എനിക്ക് വേണ്ട, എനിക്ക് കുറച്ച് ഗ്രേവി മതി, അതുകൊണ്ടാണ് ഞാൻ അല്പം പുളിവെള്ളവും മാത്രം ചേർത്ത്. അപ്പോൾ ഇന്നലെ ഞാൻ മീൻ രാത്രി തന്നെ കഴുകി വെച്ചിട്ടുണ്ടായി. നല്ല ചെമ്മീനായിരുന്നു കേട്ടോ. അപ്പോൾ 1/2 കിലോയാണ് ഇത്. അതും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ കഴുകി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ അതങ്ങനെ തന്നെ ഇട്ട് കൊടുത്ത് ശരിക്കും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഈ ചെമ്മീൻ ഇട്ട് കഴിയുമ്പോഴേ ഒരു 5 മിനിറ്റിന് ശേഷം ഈ മസാല ഒന്ന് തുറന്ന് നോക്കിയാൽ നല്ല മണം വരും കേട്ടോ. എനിക്ക് ആ ഒരു മണത്തിൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇതാ ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊന്ന് ഇളക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റത്തേക്ക് ഇത് നന്നായി ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാൻ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇതാ അരി തിളച്ച് ഞാനതിനെ ഇറക്കി വെക്കണം. ആ സമയത്ത് ഇവിടെ ഭയങ്കര കാക്കയുടെ കരച്ചിൽ. ഓടി വന്ന് നോക്കിയപ്പോൾ അതാ അതിൻ്റെ മേളിൽ നിന്നുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാട്. ഇവിടെ കുറച്ച് വെള്ളമുണ്ട്, അത് വെള്ളം കുടിക്കാൻ ആൾ വന്നിട്ട് പറന്ന് പോയി. പിന്നെ ഞാൻ അകത്തോട്ട് വന്നു. സാൻഡ്ര ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പഠിത്തമെല്ലാം കഴിഞ്ഞു. എന്നെ കണ്ടപ്പോൾ അങ്ങോട്ട് കണ്ണൊക്കെ പൊത്തി. പിന്നെ ഞാൻ തിരിച്ചു വന്ന് മസാല ഒന്ന് തുറന്ന് നോക്കി. മസാല ഏകദേശം നന്നായി ആയിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ മസാലയാണിത്. പിന്നെ ഞാൻ കുറച്ച് പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പപ്പടം ചെറുതായിട്ട് അരിഞ്ഞ്, ഈ പപ്പടമല്ല അപ്പളം, അതായത് തമിഴ്നാടാണ്. ഞങ്ങളുടെ അവിടെ നിന്ന് ഇടുക്കിയിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വരുമ്പോൾ കൊണ്ടുവരുന്നതാണിത്. അപ്പോൾ അതും കൂടെ ഞാൻ കാച്ചി ഒന്ന്
മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഞാനെല്ലാം എടുത്ത് ഇങ്ങനെ കുറച്ച് കുട്ടികൾക്കും കൊടുത്തു വിടാം, ഞങ്ങൾക്കും കുറച്ച് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. വളരെ സിമ്പിളായിട്ടാണ് ഇന്നത്തെ ഫുഡ് ഞാൻ ഉണ്ടാക്കിയത്. വേറെ ഒന്നും തന്നെ ഉണ്ടാക്കിയില്ല, കാരണം ക്ഷീണം ശരിക്കും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അടച്ചു വെച്ച മസാലയിൽ നിന്ന് ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല എല്ലാം തെളിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ചാറിന് ചാറും തോരനൊക്കെ ആവും. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് കറിവേപ്പില ഉണ്ടായിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കറിവേപ്പില ഇല്ലായിരുന്നു, പിന്നെ മല്ലിയില ഉണ്ടായി, അത് കുറച്ച് അരിഞ്ഞിട്ട് കൊടുത്തു. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ്. നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കണം, അടിപൊളിയായിരിക്കും. ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കുക. ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ 2-3 കറിയൊക്കെ ഉണ്ടാക്കുന്ന. പക്ഷേ നമ്മുടെ ക്ഷീണമൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ചിക്കനോ മീനോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഒറ്റ കറിയിൽ തന്നെ എല്ലാം ഒതുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ നമ്മൾ കാണിച്ചു കൂട്ടുന്നത്. പിന്നെ പനി വന്നിട്ട് പോയതിന് ശേഷം വായിക്കൊരു നല്ല രുചിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നും, പക്ഷേ അത്ര കഴിക്കാനൊന്നും പറ്റില്ല, വിശപ്പൊന്നുമില്ല, അങ്ങനത്തെ അവസ്ഥയൊക്കെയാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയും കൂടിയാണ് ഇങ്ങനെ ഞാൻ ചെയ്തത്. ചാറൊന്നും വെക്കാതെ, അപ്പോൾ ഇച്ചിരി പുളിയൊക്കെ ഉള്ളതുകൊണ്ട് വായിക്ക് ഇച്ചിരി രുചി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ബൈ.